ബേസിക് ആയിട്ട് കേരള മാത്രമല്ല, ഇൻക്ലൂഡിങ് ദ ക്യാബിനറ്റിൽ അന്നിരുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ പാർട്ടീസും അദ്ദേഹത്തിന്റെ ഈ പ്രസൻസും എല്ലാം കിട്ടിയ ആളുകളാണ്. വളരെ വലിയ ഫ്രണ്ട്സും എല്ലാം ഉള്ള ആളുകളാണ്. അന്ന് റെയിൽവേ മിനിസ്റ്റർ ആക്കാനായിട്ട് വൺ ഓഫ് ദി പേഴ്സൺ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്ത് സുരേഷ് കൽമാഡിയ എന്ന് പറഞ്ഞൊരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു പൂനെന്ന്. അവിടുത്തെ MP ആയിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഹെൽപ്പ് ചെയ്ത രാജനായിരുന്നു. അതിന്റെ മുമ്പേ രാജീവ് ഗാന്ധിയുടെ ഫ്രണ്ടായിരുന്നു. രാജീവ് ഗാന്ധി മരിച്ചപ്പോഴത്തേക്ക് ശരത് പവാർ വാസ് എക്സ്ട്രീംലി ക്ലോസ് വിത്ത് മൈ ബ്രദർ രാജനായിട്ട്. ആ ശരത് പവാറിനെ പ്രൈം മിനിസ്റ്റർ ആക്കാനായിട്ട് ഡൽഹി ഇരുന്ന് ട്രൈ ചെയ്യുമായിരുന്നു. അന്ന് വൺ ഓഫ് ദി പീപ്പിൾ ഹു ഡിഡ് നോട്ട് സപ്പോർട്ട് ശരത് പവാർ ടു ബി ദ പ്രൈം മിനിസ്റ്റർ വാസ് കരുണാകരൻ. കരുണാകരൻ അച്ഛന്റെ വലിയ ഫ്രണ്ടായിരുന്നു. ഞാനും രാജനും കൂടെ ആയിരുന്നു കരുണാകരനെ പോയി കാണാൻ പോയത്. പക്ഷെ കരുണാകരൻ സെഡ് ലുക്ക് ഹിയർ, ശരത് പവാർ വന്നാൽ ഇന്ത്യ വിൽക്കും, സോ ഐ വിൽ നോട്ട് സപ്പോർട്ട് ഹിം എന്ന് പറഞ്ഞുകൊണ്ട് he was അന്ന് മോസ്റ്റ് ഇൻസ്ട്രുമെന്റൽ ഇൻ സീയിങ് ദാറ്റ് നരസിംഹ റാവു കെയിം ഇൻ ടു ദി പിക്ചർ. അന്ന് അരുൺ നെഹ്റു, ശരത് പവാർ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. അന്ന് ഓൾമോസ്റ്റ് ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിരുന്നു നരസിംഹ റാവു. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് റാവു ഹാഡ് kept that information that Rajanan worked against him not to be the prime minister. ശരത് പവാറിനെ സപ്പോർട്ട് ചെയ്തതിന്റെ ഒരു ഹേർട്ട് എന്തായാലും കാണണം. ഈ പ്രോബ്ലം വന്നപ്പം ശരത് പവാർ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, വളരെ ക്ലോസ് ഇതായിട്ട്. പക്ഷേ ആ ഡെനോന്റെ ഫ്രഞ്ച് ഗവൺമെന്റ് ഈവൻ കെയിം ആൻഡ് സെഡ് ദാറ്റ് അവരുടെ റാഫേൽ ജെറ്റ്സ് ഇന്ത്യയെ വിൽക്കത്തില്ല അൺലെസ് രാജൻ പിള്ള ഈസ് അറസ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ശരത് പവാർ പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞതാ. അത്ര വലിയൊരു ഇഷ്യൂ ആയി പോയി. അന്ന് കൃഷ്ണകുമാറിനെ കൃഷ്ണകുമാർ വാസ് വർക്കിംഗ് ഫോർ മൈ ഫാദർ. IAS റിസൈൻ ചെയ്തിട്ട് ഹി ഹാഡ് ആംബിഷൻ ടു ഗെറ്റ് ഇൻ ടു പൊളിറ്റിക്സ്. അന്ന് നമ്മുടെ ഒരു പേപ്പർ ഉണ്ട്, കേരള പത്രിക എന്ന് പറഞ്ഞിട്ട്. കേരള പത്രികയുടെ മാനേജിങ് ഡയറക്ടർ ആയിട്ട് വന്ന് 1.5 വർഷം അത് കംപ്ലീറ്റ് ആയിട്ട് ഹി ട്രൈ ടു മേക്ക് ഇറ്റ് ഇൻ ടു ഗുഡ്. അച്ഛന് ഭയങ്കര നഷ്ടം വന്ന ഈ പേപ്പർ പോപ്പുലർ ആക്കാൻ ട്രൈ ചെയ്തിട്ട് നഷ്ടമെല്ലാം വന്നിട്ട് ഒടുക്കം പേപ്പർ നിർത്താറായപ്പം കൃഷ്ണകുമാർ വന്നുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടണം ടു ഫൈറ്റ് ആസ് എൻ MP എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ തന്നെ കരുണാകരനടുത്ത് പോയി പറഞ്ഞിട്ട് കൊല്ലം ഒരു സീറ്റ്, കൊല്ലം നമുക്ക് തന്നെ ഫാക്ടറീസ് ഉണ്ട്, നമുക്ക് തന്നെ ജോലിക്കാരുണ്ട്, ഇവരുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഇത് ചെയ്യാമെന്ന്. കൃഷ്ണകുമാർ ഇസ് ബേസിക്കലി ഫ്രം ട്രിവാൻഡ്രം. കൊല്ലത്താക്കി ജയിച്ച് വിട്ട്. അന്ന് ഈ പ്രോബ്ലം വന്നപ്പം വൺ ഓഫ് ദി ലോങ്സ്റ്റ് സെർവിംഗ് മലയാളി മിനിസ്റ്റേഴ്സ് ആയിരുന്നു, ലോങ്സ്റ്റ് സെർവിംഗ് മലയാളി മിനിസ്റ്റർ ആയിരുന്നു ഇൻ ദ സെന്റർ. ഈവൻ ഹി റെഫ്യൂസ് ടു ടേക്ക് ദി ഫോൺ കോൾ. ഫോൺ എടുത്തപ്പോഴത്തേക്ക് വൈഫ് പറഞ്ഞു ഒരു ഡാൻസിന് പോവുക, ഐ കനോട്ട് ആൻസർ റൈറ്റ് നൗ, ഐ എം ബിസി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എ പേഴ്സൺ ഹു വാസ് വർക്കിംഗ്, ഹു വാസ് ഹെൽപ്ഡ്, ഇത്രയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡിഫിക്കൽട്ടി വന്നപ്പം. പക്ഷെ ലീവ് കൃഷ്ണകുമാർ ഇൻക്ലൂഡിങ് അന്നാണെങ്കിൽ നമ്മളുടെ അച്ഛന്റെ നെവ്യൂ തന്നെ RSS ഉണ്ടായിരുന്നു, ഇവിടെ BJP ഉണ്ടായിരുന്നു. ഇവരെല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. O Rajagopal വാസ് ഫ്രണ്ട്ലി. O Rajagopal പറഞ്ഞിട്ട് വരെ വി കുഡന്റ് ഗെറ്റ് മെഡിസിൻസ് ഇൻ ടു ദി ജയിലില് വെൻ ഹി വാസ് ആക്ച്വലി ഡൂയിങ്. ആ സമയത്ത് എന്റെ ഒരു ഇതിൽ ഈ ചീത്ത സമയത്ത് എല്ലാം വിപരീതമായിട്ട് വരും. ഈ പ്രസ് എല്ലാം കൂടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ദാറ്റ് ഹീ ഈസ് എ വെരി ബാഡ് പേഴ്സൺ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എല്ലാരും അങ്ങ് പോയി. ഫോൺ വിളിക്കുന്ന ആരും ഫോണും എടുക്കത്തില്ല, ഇവിടെ ആരും ഇല്ല എന്നങ്ങ് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ഹാപ്പൻ ചെയ്ത ഒരു 4 ദിവസത്തിന്റെ ഇടയ്ക്കാ. ആ 4 ദിവസത്തിന്റെ ഇടയ്ക്ക് വി ട്രൈഡ് ടു ഓപ്പൺ എവറി ഡോർ. ആ ഒടുക്കലത്തെ ദിവസം ഞാനാണെങ്കിൽ കിരൺ ബേഡിയെ പോയി കണ്ടോണ്ടിരുന്നപ്പോഴാ എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് ഞാൻ ഉടനെ ജയിൽ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കിരൺ ബേഡി അന്ന് തീഹാർ ജയിലിന്റെ ഹെഡ് ആയിരുന്നു പണ്ട്. അപ്പൊ വി തോട്ട് ദാറ്റ് വി ക്യാൻ ഗെറ്റ് സം ഹെൽപ്പ്. അന്ന് ഡോക്ടറിനെ പറഞ്ഞിട്ട് വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കിരൺ ബേഡിയോട് പോയി ഇരുന്നോണ്ടിരുന്നപ്പോഴാ ഈ ന്യൂസ് വന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഹി വാസ് ബ്രോട്ട് ടു ദി ഹോസ്പിറ്റൽ ആൻഡ് ഈ ബ്ലഡ് ഇത് ചെയ്ത്
മരിച്ചത്. അപ്പൊ നൺ ഓഫ് ദി പീപ്പിൾ അന്ന് അൺഫോർച്ചുനേറ്റ്ലി കരുണാകരൻ മൈറ്റ് ഹാവ് ഹെൽപ്പ്, പക്ഷെ കരുണാകരനാണെങ്കിൽ ISROന്റെ കേസിൽ വന്നിട്ട് ഹി വാസ് ആക്ച്വലി റിമൂവ്ഡ്. ഞാൻ കരുണാകരനെ പോയി കണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഇപ്പം ആരും കരുണാകരനെ തന്നെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. അതെ, ഹി വാസ് കംപ്ലീറ്റ് ആയിട്ട് അറ്റ് സി എന്തുവാ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് വിചാരിച്ചിരുന്ന ഒരു സമയത്തായിരുന്നു ഇതും പറ്റിയത്.